നമസ്കാരം. നമസ്കാരം. കേൾക്കാമെന്ന് കരുതുന്നു. ആരെയും ലൈവായിട്ട് കണ്ടില്ല. എല്ലാവരും ഓക്കെ. ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാം എങ്കിൽ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ പറയുന്നത് കേൾക്കാമെങ്കിൽ അവിടെ ഒരു കമൻറ്റ് കേൾക്കാം എന്നിട്ടിരുന്നെങ്കിൽ പറഞ്ഞു തുടങ്ങാമായിരുന്നു. സലിൽ എഴുമറ്റൂർ ഈസ് there and Raghav Kalarikal joined here with me on this live. Raghav, then I can see Rajesh, Shaji Ravindran. Hi to all. Murali Krishnan. Yesterday also I was there with a live. Today also I want to say something. ജിതിൻ സി രാജ്, രാജേഷ്, ജിതിൻ ഒക്കെ. രാജേഷ് കേൾക്കാമെന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യഗൗരവമായിട്ട് ചർച്ച ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ഏതായിരിക്കാം വിഷയമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവിടെ എഴുതുക. ഞാൻ അതിന് നോക്കി മറുപടി തരുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള രീതിയിലാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ചില കോണുകളിൽ നിന്നും ആൾക്കാർ വിമർശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യ എന്നുള്ള ഈ രാജ്യത്തല്ലാതെ മറ്റ് ഒരു രാജ്യത്തും അവരവരുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്കെതിരെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ മനസ്സിലോ പുറത്തോ ആരെങ്കിലും കളിയാക്കുകയോ അവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുകയോ ചെയ്യുന്നതായിട്ട് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. വിവിധ തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. രാജഭരണമുള്ളിടത്തുള്ള രാജ്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യമുണ്ട്, ജനാധിപത്യ രാജ്യങ്ങളുണ്ട്, മത നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളുണ്ട്, ഏകാധിപതികളുടേതായ രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം ഏതൊരു രാജ്യത്തിൽ നോക്കിയാലും ഒരിടത്തും അവരവരുടെ പട്ടാളത്തിനെ കളിയാക്കുകയോ മോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരുവിധ കമൻറ്റുകൾ ഒരുവിധ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ത്യയിൽ ഇത് കാണാൻ വളരെയധികം സാധിക്കും. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു പരിപാടിയല്ല, കുറച്ച് നാളായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. പട്ടാളക്കാർ പോകുന്നത് അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള വിവിധങ്ങളായ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു പടിയും കൂടെ കടന്ന് ഒരു മാന്യൻ പ്രധാനമന്ത്രിയെയും ഒരു പ്രധാനപ്പെട്ട സൈനിക മേധാവിയെയും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അതിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടുകയും വളരെയധികം പേര് അതിൻ്റെ കീഴിൽ കമൻറ്റ് ചെയ്യുകയും അതിന് ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 10-20 മണിക്കൂറോളം ആയി എന്ന് കരുതുന്നു. ഇപ്പോഴും ആ പോസ്റ്റ് അവിടെ കിടപ്പുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് ഒരു മലയാളത്തിൽ 130 കോടി ജനങ്ങളിലുള്ളതിൽ 3-3.5 കോടി മലയാളികളാണ് ഉള്ളത്. അത് മലയാളത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഉണ്ടായത് എന്നത് വളരെയധികം വിഷമം തോന്നിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സൈന്യം തന്നെ വളരെ വേദന തോന്നുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഹോസ്പിറ്റലുടെ സന്ദർശനത്തെക്കുറിച്ച് വാർത്തകൾ വരികയും അതിനെക്കുറിച്ച് പബ്ലിക്കായിട്ടുള്ള സംസാരങ്ങൾ വരികയും ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു സൈന്യത്തിന് പോലും അങ്ങനെ പറയേണ്ടി വരുമ്പോൾ എത്രമാത്രം അത് വേദനാജനകമാണ്, എത്രമാത്രം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് ആരാണ് വളം വെച്ച് കൊടുക്കുന്നത്? ആരാണിതിനെ നിയന്ത്രിക്കേണ്ടത്? നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ നിന്നും ഒരാൾ
ദുബായിൽ നിന്നാണോ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരാൾ രാത്രിയിൽ കള്ള് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതായാലും പുള്ളി സാമാന്യ ബോധത്തോടെയല്ല, ഏതോ ഒരു ലഹരിക്ക് അടിമയായിട്ട് ഏതോ തെറി പറഞ്ഞു. വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ തെറി പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആക്ഷൻ എടുത്തു. അദ്ദേഹത്തിൻ്റെ ജോലിയും കളഞ്ഞ് അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചു. എവിടെ നടന്നതാണ്? നമ്മുടെ കേരളത്തിലും ഒരു വിദേശത്തെ രാജ്യത്തുമായിട്ട് നടന്നതാണ്. അദ്ദേഹം അതിന് ക്ഷമ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ തിരിച്ച് ആ നാട്ടിലെത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് തെറി പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. ആ ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു തെറി പറഞ്ഞപ്പോൾ അതിന് കാര്യഗൗരവത്തോടെ എടുക്കാൻ ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനത്തിന് സാധിച്ചു. ഒരു നേതാവിനെ തെറി പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പാർട്ടിയുടെ നേതാവിനെ തെറി പറഞ്ഞപ്പോൾ രാഖി രാമാൻ വിമാനത്തെ ജോലിയും കളയിച്ച് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനായിട്ട് ആർക്ക് സാധിച്ചു? നമ്മുടെ മലയാളികൾക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഇത് പല തവണ പ്രധാനമന്ത്രിയെ വന്യമായിട്ട് മോശമായ രീതിയിൽ തെറി പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ പിൻവലിച്ചു. അത്രയ്ക്കും വൃത്തികെട്ട ഒരു തെറിയാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ വേറൊരു കമൻറ്റ് കണ്ടത് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കമൻ്റ് ഇട്ടിരിക്കുന്നു. ഈ കമൻറ്റുകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, വിമർശിക്കാം, ഞാൻ അംഗീകരിക്കുന്നു, വിമർശിക്കാം, കാർട്ടൂണൊക്കെ വരയ്ക്കാം. പക്ഷേ സൈന്യത്തെ വരെ അപമാനിക്കുന്ന രീതിയിലാണോ കാർട്ടൂൺ വരച്ച് കളിക്കേണ്ടത്? അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യാൻ ആർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം? ഇത്രയധികം ജനകോടികൾ, 135 കോടി ജനങ്ങൾ ഈ ഇന്ത്യയിലുള്ളതിൽ ഈ 3.5 കോടി ജനങ്ങളിൽ നിന്നും വളരെ തുലവും ആയിട്ടുള്ള ഒരാൾക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നു. അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ സാധിക്കുന്നില്ല? മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഒരു കാര്യം, മുഖ്യമന്ത്രിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തെറി പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിക്ക് നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി കളഞ്ഞ് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെയും പിണറായി വിജയൻ്റെയും കൂടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ ആ രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയന് ആക്ഷൻ എടുത്തുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയായിരിക്കാം, അദ്ദേഹം അത് ഉള്ളിൽ ആസ്വദിക്കുന്നുകൊണ്ടാവാം അദ്ദേഹം ആക്ഷൻ എടുക്കാത്തത്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ BJPയുടെ സംസ്ഥാന നേതൃത്വം, IT സെല്ല് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്തിട്ട് അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ സാധിക്കാത്തത്? ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സംസ്ഥാന നേതാക്കൾക്കൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏകദേശം 6 വർഷമാകാൻ പോണു ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നടക്കാൻ തുടങ്ങിയിട്ട്. നടന്ന കൂട്ടത്തിലൊക്കെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ 3 നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. അത് ഒന്ന് കുമ്മനം രാജശേഖരൻജിയാണ്, രണ്ടാമത് PS ശ്രീധരൻപിള്ളജിയാണ്, പിന്നെ ഒന്ന് പ്രകാശ് ബാബു എന്ന യുവമോർച്ചയുടെ മുൻ അധ്യക്ഷനാണ്. ഈ 3 പേരും 3 അധ്യക്ഷന്മാരായതുകൊണ്ടാണ് അവരോട് നമ്മൾ ഒരു സജഷനായിട്ടും നമ്മുടെ പരാതിയായിട്ടും കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഈ പറയുന്നവരിൽ ആരുമായിട്ടും എനിക്ക് യാതൊരുവിധ വൈരാഗ്യവുമില്ല. ഞാൻ PS ശ്രീധരൻപിള്ള അദ്ദേഹം ഗവർണറായി പോയപ്പോൾ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും രീതിയിൽ അങ്ങയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കമൻറ്റ് അഭിപ്രായം അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ഇടുകയും അദ്ദേഹം അത് ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു, പബ്ലിക്കായിട്ട് പറഞ്ഞു, അദ്ദേഹം അത് അംഗീകരിച്ചു. അദ്ദേഹത്തെ ഞാൻ അതിന് ശേഷം അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഗവർണറാണ്. എനിക്ക് പറ്റും ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണമെന്നുമുണ്ട്. ഞാൻ കാണണം എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പദവി ഇരിക്കും നമ്മുടെ കൂടെ ഐഡിയ അതിനകത്ത് വന്നിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുമ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ ഇവിടുത്തെ അണികൾ ആഗ്രഹിക്കുന്ന തെറ്റാണോ? നാണക്കേട് ഞങ്ങൾക്ക് കൂടെയാണല്ലോ. ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേന്ദ്ര ഭരണം ഉണ്ടായിട്ടും പട്ടാളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഏതാനും ചില ആൾക്കാർ പ്രധാനമന്ത്രിയുടെ തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിലെല്ലാം അപമാനിച്ചിട്ട് അതിനെതിരെ നിയമപരമായിട്ട് പോലും കയ്യൂക്ക് കൊണ്ടൊന്നും ചെയ്യണമെന്ന് നമ്മളിവിടെ പറയുന്നില്ല. അതിന് കഴിവില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ ഒന്ന് നേരിട്ട് അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ ഒരു വക്കീല് ഇവിടെ എന്താണ് വക്കീലിൻ്റെ പരിഷത്തോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത്.
അപ്പം പറഞ്ഞു വന്നത് മുൻ സംസ്ഥാന നേതാക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നടക്കാതെ വന്നപ്പോൾ മിസ്റ്റർ കെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് അന്ന് BJPയുടെ നാഷണൽ പ്രസിഡന്റായ അമിത്ഷാജിയോട് പബ്ലിക്കായിട്ട് ആവശ്യപ്പെട്ടവരിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അസാമാന്യ മേധാശക്തിയുള്ള ശ്രീമാൻ കെ സുരേന്ദ്രൻ മുൻകൈ എടുക്കും എന്ന് കരുതിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒബ്സർവർ എന്നുള്ള നിലയിൽ അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഈ കാര്യങ്ങൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി എടുത്തായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് സംസ്ഥാന പ്രസിഡന്റിനോട് പറയാനുള്ളത്, DGP കേരള DGPയെ നേരിട്ട് ചെന്ന് കാണണം. സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീമാൻ കെ സുരേന്ദ്രൻ കേരളത്തിൻ്റെ DGPയെ ചെന്ന് കണ്ട് രേഖാമൂലം പരാതി കൊടുക്കണം. ഇതാ, എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും എൻ്റെ പട്ടാളത്തെയും അപമാനിച്ചുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു. വളരെ ഹീനമായ രീതിയിലാണ് അത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് വെള്ളക്കടലാസിൽ അത് എഴുതി DGPയുടെ അടുത്ത് കൊടുക്കണം. DGPയെ കാണാൻ പോകുന്നതിന് മുമ്പ് പത്രസമ്മേളനം നടത്തി ഞാൻ DGPയെ കാണാൻ പോവുകയാണ്, എൻ്റെ പ്രധാനമന്ത്രിയെയും എൻ്റെ പട്ടാളത്തെയും അപമാനിച്ചവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പത്രക്കാരെ വിളിച്ചറിയിക്കണം. അങ്ങനെ പത്രക്കാരെ വിളിച്ചറിയിക്കുമ്പോൾ അത് ലോകം അറിയും. അങ്ങനെ DGPക്ക് പരാതി കൊടുത്ത വിവരം പത്രക്കാർ മുഖേന ലോകരാജ്യങ്ങൾ, ലോകത്തിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും അറിയും. അത് അങ്ങനെ DGPക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റാതെ വരും. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പരാതി നേരിട്ട് കൊണ്ട് കൊടുത്തിട്ട് ആക്ഷൻ എടുത്തില്ല എന്നറിയുമ്പോൾ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയുകയും അങ്ങനെ അവർ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി തന്നെ DGPയെ വിളിക്കുകയും ചെയ്യും. കാരണം പട്ടാളം പോലും അവരുടെ വിഷമം പറഞ്ഞ സ്ഥിതിക്കാണ് ഞാനിപ്പോൾ ഈ ലൈവ് ഒന്ന് ഇത്രയ്ക്കും വിശദീകരിച്ച് പറയാൻ കാരണം. ഇത് ചെയ്യാനായിട്ട് കഴിവ് ഉണ്ട് എന്ന് ഓർത്തുകൊണ്ടാണ് ശ്രീമാൻ കെ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹവും പഴയ രീതിക്കാണ് മുന്നേറുന്നതെങ്കിൽ പിന്നെ നമ്മൾ ആരോടാണ് ഇതൊക്കെ പിന്നെ പറയുന്നത്? അദ്ദേഹം കേസ് കൊടുത്താൽ, ഇതിനെതിരെ കേസ് കൊടുത്ത് DGPയെ ചെന്ന് കണ്ട അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കാൻ, അദ്ദേഹത്തെ അതിന് നന്ദി അറിയിക്കാൻ തീർച്ചയായിട്ടും മുന്നിൽ ഞാനുണ്ടാവും. ചെയ്ത് കാണിക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വിമർശിക്കാതിരിക്കാൻ വയ്യ. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അതിന് എന്നെ ഒന്നും ചെയ്യാനായിട്ട് തൽക്കാലം ആർക്കെങ്കിലും ഏതെങ്കിലും രീതി സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പോൾ പുറത്താക്കുകയോ അങ്ങനെ വല്ലതും ചെയ്താലും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കുറച്ചും കൂടെ കാര്യമായിട്ട് പറയാം. ഞാൻ ഏതായാലും കോൺഗ്രസിനകത്തോട്ട് എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ഞാൻ പോവില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു മെമ്പർഷിപ്പ് ഉള്ളത് നിങ്ങൾ കളയാൻ നോക്കിയാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. അത് എനിക്ക് ചില വ്യക്തത കാര്യമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ട് എന്നെ പുറത്താക്കിയാൽ അത് കുറച്ചും കൂടെ നല്ല കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാം. അതുകൊണ്ട് ആ ഒരു വിധത്തിലുള്ള പേടികൾ ഒന്നും തന്നെ ഇല്ല. കണ്ണൂരിൽ നിന്ന് വരെ വിവിധ ഫോൺ കോളും എന്നെ വിവിധ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയാണ് ഈ പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ വിളികളൊന്നും കണ്ണൂരിൽ നിന്ന് ഭാഗത്തുനിന്നും വരാറില്ല, നേരത്തെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പേടിയും ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുവാൻ വേണ്ടി IT സെല്ലിനെങ്കിലും പറഞ്ഞ് അടുത്ത കാര്യമാണ്. IT സെല്ലിനെയെങ്കിലും സെല്ലിനൊരു ശ്രീമാൻ കെ സുരേന്ദ്രൻ അവറുകൾ ഈ IT സെല്ലിൻ്റെ ചുമതലയുള്ള ആൾക്കാരെ വിളിച്ചിട്ട്, എടോ ആ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതാണ്ട് എഴുതിയിരിക്കുന്നത് മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് DGPയെ ചെന്ന് കാണുക, ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ പോരെ? അത് സാധിക്കാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇത് നാണക്കേടാണ്. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് BJPയുടെ ശ്രീമാൻ കെ സുരേന്ദ്രനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് നമ്മളും ഇതിനകത്ത് ഇരിക്കുന്നത്. പൈസ മുടക്കുന്നത് ചാർജ് ചെയ്യുന്നത് പോട്ടെ, സമയം മുടക്കുന്നുണ്ട്. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേറെയും ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇതാണ് അർജൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമമായിട്ട് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പിള്ളേരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പിള്ളേരെല്ലാം കെ സുരേന്ദ്രൻജി സംസ്ഥാന പ്രസിഡന്റ് ആവണം എന്ന് ആഗ്രഹിക്കുകയും
പറയുകയും എല്ലാവരും പബ്ലിക്കായിട്ടൊക്കെ ആവശ്യപ്പെടാൻ അതിന് ഞാൻ തന്നെ വലിയൊരു കാരണക്കാരനാണ്. ഞാൻ അതിന് മാത്രം മുൻകൈ എടുത്ത് ഞാൻ നിന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻജി മാറണമെന്നും PS ശ്രീധരൻപിള്ള മാറണമെന്നും കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവണമെന്നും പബ്ലിക്കായിട്ട് ആവശ്യപ്പെട്ട് എത്രയോ പേരുടെ വഴക്കും തെറികളും കേട്ടവനാണ് ഞാൻ. അങ്ങനെ പബ്ലിക്കായിട്ടൊരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ എനിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനെല്ലാം സഹിച്ച് നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ചില ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്, സാധിക്കുന്നില്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരു സംസ്ഥാന പ്രസിഡന്റ് അസാമാന്യ മേധാശക്തിയുള്ള ആൾ ആണ് എന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും പട്ടാളത്തെയും ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കാൻ പറ്റിയല്ലേ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ഇനി എന്ത് സാധിക്കാനായിട്ടാണ്? അടുത്ത തെരഞ്ഞെടുപ്പ് ഏതായാലും വരുന്നത് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹവും കൂടി ഒന്ന് ആഞ്ഞ് പറഞ്ഞേച്ചു. അപ്പം LDF UDF ആണെന്ന് ഉറപ്പായി. ഇനി ഏത് വർഷത്തിൽ എന്നാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭരണം കിട്ടുന്നത്? പച്ച മരത്തിലെ കിളികൾ കൂടുകൂട്ടുകയുള്ളൂ. ശക്തി കാണിച്ചെങ്കിൽ മാത്രമേ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അണികൾ കൂടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ ശക്തിയില്ലാത്ത രീതിയിൽ നിന്നാൽ അവർക്ക് പേടിയാണ്, അവർ വരികയില്ല കൂടെ. അവർ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശക്തിയുണ്ട്. നമ്മളൊരു ശക്തമായിട്ടുള്ള ഒരു കുട പിടിച്ചെങ്കിലേ ആ തണലിൽ വന്ന് നിൽക്കുവാനായിട്ട് സഖാക്കൾ വരികയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ ഫേസ്ബുക്കിൽ കൂടി ആക്ഷേപിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയെയും ആക്ഷേപിച്ചാൽ അത് കേസെടുക്കാൻ തയ്യാറാവണം, അതിൽ കേസ് കൊടുക്കാൻ തയ്യാറാവണം. കാരണം ഇവിടെ മലയാളത്തിൽ നടക്കുന്നത് വല്ല ഹിന്ദിയിലുമായിരുന്നെങ്കിൽ അവർ നോർത്ത് ഇന്ത്യക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല കേസും കൊടുത്തേനെ. ഇവിടെ ഈ മലയാളത്തിൽ നടക്കുന്ന കാര്യം അവരെങ്ങനെ അറിയാനാണ്? അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതെല്ലാം കൂടെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി ഒരു മലയാളിയായ ഒരു പയ്യൻ ഇതാ ഈ രീതിയിൽ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്കണം. അപ്പോൾ അവരവിടെയെങ്കിലും ചെയ്തോളും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പൊളിറ്റിക്കലായിട്ടുള്ളതും അല്ലാത്ത കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ ഒന്നും നടക്കാത്തത്. കുറച്ചെങ്കിലുമൊക്കെ ഒരു വേദന അങ്ങനെ തോന്നേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പുറത്തു വരുമ്പോൾ അതിനെയൊക്കെ ശക്തമായ രീതിയിൽ ആ കമൻറ്റ് അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരോട്, ഇതിൽ വൈശാഖൻ തമ്പി എന്നൊരാൾ അവിടെ ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ അവിടെ പറഞ്ഞു, അല്ലാതെ ഞാനിവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ഉടനെ അത് തിരുത്തി. ഇങ്ങനെ അറിവില്ലാത്തവരുടെ കൈ കൂടെയാണ് ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ശക്തിയുള്ളവരുടെ കൈ കൂടിയാണ് ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് ശക്തി കാണിക്കുന്നത് ആ സമയത്ത് ആ ശക്തി ആയ കുടയുടെ കീഴിൽ ആ തണലിൽ നിൽക്കാനേ ആൾക്കാരുണ്ടാവുകയുള്ളൂ. അല്ലാതെ നേതാക്കന്മാർ പേടിച്ചു തൂറികളായി കഴിഞ്ഞ് നേരെ ഒന്നും ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് അണികൾ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷ തേടി വരുന്നത്? മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷിക്കുന്ന ഒരു നല്ല കൈ വേണം, നല്ല ഒരു കൈ വേണം. ആ കൈയുടെ തണലിലേ അവരിങ്ങോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടുകയല്ല. ഓരോ ആക്ഷൻ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കലും സംവിധാനങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ നിർത്തുവാണ്. ഇത്രയും നേരമായിട്ടും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതിന് ഒരു ആക്ഷനും എടുക്കുന്നത് കണ്ടില്ല എന്നതുകൊണ്ടാണ് പറഞ്ഞത്. എടുത്താൽ അടുത്ത ലൈവ് വരുന്നത് അദ്ദേഹത്തെ അഭിനന്ദിക്കാനായിരിക്കും. അതിനകത്ത് ഒരു മടിയുമില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്നേഹിക്കുന്ന എല്ലാവരും പറഞ്ഞ അദ്ദേഹം ധീരനാണ്, ധൈര്യവാനാണ്, അസാമാന്യ മേധാശക്തിയുള്ള ആളാണ് എന്നൊക്കെയാണ്. അത് കാണിക്കാനുള്ള ഒരു അവസരം ആണ് ഇത്. ആ പോസ്റ്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുക, വിളിച്ചിട്ട് പറയുക, DGPയെ വിളിക്കുക, അദ്ദേഹത്തെ ചെന്ന് കാണുക, എൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, മാപ്പ് പറയിപ്പിക്കുക, കേസെടുക്കുക. പട്ടാളത്തിനെതിരായിട്ട് പട്ടാളക്കാരും കൂടെ ഇന്നിപ്പോൾ ഞാൻ ഈ ലൈവ് വരാനുള്ള മെയിൻ കാരണം മനോരമയുടെ ഒരു വാർത്ത പട്ടാളക്കാരുടെ ഭാഗത്തു നിന്നും വന്നതുകൊണ്ടാണ്. അല്ലെ ഞാനിപ്പോൾ വരത്തില്ല. ഞാൻ ഇന്നലെ അത് കണ്ടു, അതിൻ്റെ പോസ്റ്റൊക്കെ ഇട്ട് അതങ്ങ് തീർത്തതാണ്. പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയാൻ കാരണം. എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ എന്ന് ഓർക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എനിക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും സമയത്ത് ചെയ്യാൻ ഉള്ള അംഗീകാരം ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും തരുമ്പോൾ ചെയ്തും കാണിക്കാം.
ചെയ്ത് തന്നെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്കിതുപോലെ പറയാനേ സാധിക്കുകയുള്ളൂ. അതിനും കൂടെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്? അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വിഷമം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് എന്ന് മാത്രം കരുതിയാൽ മതി. നന്ദി. പി കെ രാജേഷ് ശാന്തി ഒരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നു. താങ്കൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ ജയലളിതയെക്കുറിച്ച് ഒരു പാരടിപ്പാട്ട് പാടിയ ആൾ 8 ദിവസം കഴിഞ്ഞ് ആ വെളിച്ചം കണ്ടത്, പിന്നെ പാടിയതുമില്ല. ഞാൻ അത്രയ്ക്കും വലിയ കാര്യങ്ങളൊന്നും ചെയ്യുമൊന്നും വേണ്ട. ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു കമൻറ്റ് ഇട്ടാൽ അതിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ആക്ഷൻ എടുക്കുന്ന അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ട് എടുക്കാൻ മേല? ഇവിടെ ഞാനൊരു കാര്യം ഒന്നും കൂടെ പറയാം. ഇവിടെ ഈ IT സെല്ലിൻ്റെ ആൾക്കാരില്ലേ, IT സെല്ല് മൊത്തത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏതാണ്ട് കുറേ ആൾക്കാർക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് IT സെല്ലിലാണ് പണി, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ പറയാനൊരു പദവിയൊക്കെ മതി. ഇവർക്ക് സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടാനോ ഷെയർ ചെയ്യാനോ പേടിയാകാൻ കാരണം എന്നാണെന്നറിയോ? ഇവർ വല്ലതും പോസ്റ്റ് ചെയ്താൽ മതേതരത്വം തകരുമോ എന്നാണ് പേടി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ പോസ്റ്റ് അങ്ങനത്തെ പോസ്റ്റാണല്ലോ ഇടേണ്ട വരിക. അപ്പോൾ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മതേതരത്വം തകർന്നാലോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? മതേതരത്വം തകരിയല്ലേ? അപ്പോൾ അതാണ്, പേടിയാണ്. പക്ഷേ പോസ്റ്റുകളൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കാനോ ആരെങ്കിലും ഉത്തരവാദിത്തമുള്ള നല്ല രീതിയിൽ ഈ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ എത്രയോ ആൾക്കാർ, ഞാൻ വളരെ ചുരുങ്ങി 1, 2, 4 ലൈൻ 5 ലൈൻ മാത്രം എഴുതുന്ന ആൾക്കാർ, എത്രയോ നല്ല ആൾക്കാർ നല്ല ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന എത്രയോ, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എത്രയോ ലൈക്കുകൾ, ആയിരക്കണക്കിന് ലൈക്ക് കിട്ടുന്ന എത്രയോ പേരുണ്ട്. ഇനി ലൈക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചിലരുടെ പോസ്റ്റുകൾ വളരെ ഗാംഭീര്യമുള്ളതാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെയൊക്കെ സഹായം തേടിയാൽ എന്താണ് കുഴപ്പം? നന്നായിട്ട് പ്രവർത്തിക്കുന്നവരെ പാർട്ടികളിലും ഈ BJPയുടെ IT സെല്ലും ഒക്കെ എടുത്ത് അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് എന്തിനു വേണ്ടി ഏതായാലും ഇത്തരം പറഞ്ഞു. ഒരു കാര്യം കൊണ്ട് പറയുകയാണ്. ഇവിടെ ഈ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ K. സുരേന്ദ്രനാണ്. ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര പേരത് ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ചുമതലക്കാർ മാത്രം എത്ര ആയിരം കാണും? അതായത് വാർഡ് തലം മുതലുള്ള ആൾക്കാർ, വാർഡ്, പഞ്ചായത്ത്, അങ്ങനെ കൂടിക്കൂടി വരുന്ന ജില്ലകൾ, ജില്ലാതലത്തിലും എല്ലാം കൂടെയുള്ള എല്ലാ നേതാക്കന്മാരെയും, എല്ലാ ചുമതലക്കാരും, നേതാക്കന്മാരെല്ലാം ഉദ്ദേശിച്ച് എല്ലാ ചുമതലക്കാരും കൂടി എത്ര പേര് കാണും? വാർഡ് പ്രസിഡന്റ് മുതൽ നിങ്ങളങ്ങ് കൂട്ടുക, എത്ര പ്രസിഡന്റ് കാണും? ആർക്കെങ്കിലും, എനിക്ക് ഏതായാലും കൃത്യമായിട്ട് നമ്പർ അറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് എഴുത്. വാർഡ് പ്രസിഡന്റ് മുതൽ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാർ, സംസ്ഥാന പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കൂടി എത്ര ചുമതലക്കാർ കാണും? അത്രയും ചുമതലക്കാരെങ്കിലും ഈ പോസ്റ്റുകൾ, സംസ്ഥാന പ്രസിഡന്റ് ഇടുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുവാൻ എത്ര എണ്ണം വരും? എൻ്റെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അത് IT സെല്ലിൻ്റെ ചുമതലയാണത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, സേവാഭാരതി ഈ സംസ്ഥാനത്ത് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ വരാം. അവർ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ ദിവസത്തിൽ ഒന്ന് വെച്ച് ഓരോ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന ആൾക്കാരുടെ പരസ്യമാണ് കാണേണ്ടത്. ഇവിടെ എനിക്കൊന്ന് DYFIയുടെ പൊതിച്ചോറിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാരുമില്ല. പക്ഷെ സേവാഭാരതി വീടുകൾ കെട്ടിക്കൊടുക്കുന്നു. പ്രളയത്തിനകത്ത് നേരിട്ട് ഇറങ്ങി സഹായം ചെയ്ത് അവരവരുടെ വോളണ്ടിയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു പോലും ഒന്നും സഹായം കിട്ടിയിട്ടില്ല. എവിടെയോ പ്രളയം ഉണ്ടായോ, എന്തെങ്കിലും ക്ഷാമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നേരിട്ട് ഇറങ്ങാൻ സേവാഭാരതി ഉണ്ട്. സേവാഭാരതി ഇഷ്ടംപോലെ വീടുകൾ വെച്ച് കൊടുക്കുന്നു. എത്ര ലക്ഷം വേണം ഒരു വീടൊന്ന് കെട്ടി തീർക്കണമെങ്കിൽ? അപ്പോൾ അത്രയും വലിയ സഹായം ചെയ്തിട്ടും അതൊന്നും BJPക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് അവതരിപ്പിക്കാൻ പോലും ഇവിടുത്തെ IT സെല്ലിന് കാലാകാലങ്ങളായിട്ട് സാധിക്കുന്നില്ല. അത് മുൻകാലങ്ങളിൽ സാധിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മൾ കുമ്മനം രാജശേഖരൻജിയെയും PS ശ്രീധരൻപിള്ളജിയെയും തുടർച്ചയായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ആഗ്രഹപ്രകാരമാണ് യുവ നേതാവും ആയിട്ടുള്ള K. സുരേന്ദ്രൻജി അവർ ഇപ്പോൾ വന്നത്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഈ 6 മാസം കൊണ്ടുണ്ടായോ? ഇനി കോവിഡിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇപ്പോഴാണ് ഏറ്റവും IT സെല്ലിലുമൊക്കെ വിപുലീകരിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ്.
കാരണം ഇത് വെർച്വലായിട്ടുള്ള പിന്നെ ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയൊക്കെ ആണല്ലോ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, വീട്ടിനകത്തിരുന്ന് ചെയ്യാവുന്നവർക്കല്ലേ. അപ്പോൾ അത് ഒന്ന് നന്നാവാതെ ഇനിയത്തെ കാലത്ത് ഇനിയിപ്പോൾ ഒരു ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം അതാണ് വലുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു, ഇത് സമ്പർക്കമല്ലേ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലിരുന്നല്ലേ എന്നെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വീകരണ മുറി ഞാനിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങളുടെ ഉണ്ട്. അപ്പോൾ ഇത് സമ്പർക്കമായിട്ട് കരുതിക്കൂടെ? ഒരു 2000 പേര് ഇത് കണ്ടു കഴിഞ്ഞാൽ 2000 പേരുടെ വീട്ടിൽ ഞാൻ വന്നു, ചായ കുടിച്ചില്ല എന്ന് മാത്രമല്ലോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ വന്ന് നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചില്ലേ. അപ്പോൾ ഇതിനല്ലേ സമ്പർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതിനെ വില കുറച്ച് കാണാതെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ബാധ്യത സംസ്ഥാന നേതൃത്വം കാണിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ വീടിന് പെയിൻ്റ് അടിക്കാതെ വല്ലവരുടെയും വീടിന് അവർ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വല്ലവരുടെയും വീടിന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. ഇത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ലൈവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ കേസെടുക്കാൻ ആളുണ്ട്, കേസ് കൊടുക്കാൻ ആളുണ്ട്. പ്രധാനമന്ത്രിയെയും പട്ടാളത്തെയും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കാനും ആളില്ല, കേസ് എടുക്കാനും ആളില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഇതിന് ഒരു പോംവഴി? നമ്മൾ ഒത്തിരി പേര് ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ DGPയെ കാണാനും ഇതിനെതിരെ കേസ് കൊടുക്കാനും തയ്യാറാവും എന്നാണ് വിശ്വാസം. തയ്യാറായില്ലെങ്കിൽ വേണ്ട, നമുക്ക് പറയാനുള്ള എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പറയുക എന്ന് മാത്രമേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അദ്ദേഹമാണ് DGPയെ കാണുകയും കേസ് കൊടുക്കുകയും ഈ കുറ്റവാളികൾക്കെതിരെ നടപടി എടുപ്പിക്കുകയും ചെയ്യേണ്ടത്. നന്ദി.